അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥുൻ മണ്ണിൽ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ജിമ്മിൽ പോയി തുടങ്ങി മടി മാറാൻ വേണ്ടി. ഇപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങിയിട്ട് നമ്മുടെ ഫാറ്റൊക്കെ കട്ടായി തുടങ്ങിക്കഴിഞ്ഞപ്പോഴേ ഇതൊന്ന് നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ ഒന്ന് മോട്ടിവേറ്റ് ആവണ്ടേ. അതുകൊണ്ട് ഞാനിത് വാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കൊല്ലത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിസെക്സ് ഫാമിലി സലൂൺ ഷെഹനാസിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു വാക്സ് അകത്ത് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. വാക്സ് റെഡി ആയിട്ടുണ്ട്. അകത്തുനിന്നവർ പറഞ്ഞേ നമുക്ക് അകത്തേക്ക് പോകാം. അത് 2 പേരുണ്ട് എൻ്റെ കൂടെ, 2 പേരുണ്ടേ. ഞാൻ അവരെ കാണിച്ചു തരാം. ഫ്രണ്ട്സുണ്ട് ഗൈസ്. ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല, ചടപ്പാണ്. വിളിച്ചോളി ഹായ് പറഞ്ഞേ. പുള്ളി മറ്റേ അണ്ടിപ്പരിപ്പ് മുതലാളിയാണ്. കാർത്തികൊണ്ട് നമ്മളെ കൂടെ ടെക്കി വേണമല്ലോ. ഭയങ്കര ആംബിയൻസാണ് ഇതിലൂടെ വരുമ്പോഴേ. ബുദ്ധനൊക്കെ ഉണ്ട് കേട്ടോ. വാടേ പോവാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം, വാക്സ് ചെയ്യാൻ പോവാം. അവിടെ ആളുണ്ട്, എല്ലാം റെഡിയാണ്. പോയി നോക്കട്ടെ. ഹായ്. भाई वीडियो में आएगा तो मुश्किल है तुम लोगों को. अरे हमको 2 दोस्त मिला यार. क्या नाम है आप लोग का? अली. समीर. आप किधर का है? लखनऊ उत्तर प्रदेश. हाँ, उत्तर प्रदेश का आदमी यार, हमारा दोस्त है. अभी मिला. ये रिमूव करना चाहिए ना. यस यस. ये अभी मैं शर्ट रिमूव करेगा यार. ഇതിപ്പോൾ ഹിന്ദി വ്ളോഗ് സംശയമുണ്ട്. എവിടെയായിരുന്നു? हाँ आप लोग उधर बैठो. फुल बॉडी करना है क्या? फुल बॉडी ഇന്ന് നമ്മുടെ ഒരു കരച്ചിലാണ് ഗൈസ്. ഫാറ്റ് ലോസ് ആയി തുടങ്ങി. എനിക്കിത് കണ്ടു കഴിയുമ്പോഴേ 6 പാക്ക് ഒക്കെ ചെറുതായിട്ട് വന്നെന്ന് തോന്നുന്നു. ഇത് പൂടെ വരച്ച് കളയുമ്പോൾ നമ്മൾ മോട്ടിവേറ്റ്. फर्स्ट टाइम है. डरना मेरे को डर नहीं है. डर नहीं है, कोई मुश्किल नहीं है. आराम से करो. പോയിട്ട് വരാം. തിളപ്പിച്ച് വെച്ചേക്കാണ്ട് ഇതാണ് ഇതിന്റെ നെഞ്ചത്തൊഴിച്ച് ഇരിക്കാൻ പറ്റുമോ? ഇല്ല, കിടന്നോ? ഇതൊക്കെ ഒപ്പിയെടുക്കണേ കാർത്തികേ. മതി, പെട്ടെന്ന് എടുക്കാൻ പറ. മൊത്തത്തിൽ ഒഴിയാൻ ഇത്രയും നേരം ചൂടൊക്കെ കുറച്ച് കഴിക്കണേ. കൈയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് കോഴി ഡ്രസ്സിംഗ് കൈ. ഇതിന്റെ ചൂട് പോകത്തില്ലേ വാക്സിന്റെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ? ഇല്ല, ചൂട് പോകുന്നതിനനുസരിച്ച് അത് ഹോട്ട് ആയിക്കൊണ്ടിരിക്കും. നല്ല ചൂടായി കഴിയുമ്പോഴത്തേക്കിനും അത് ഓഫ് ആവും ഓട്ടോമാറ്റിക്കായിട്ട്. നമുക്ക് ഈ മീശയും കൂടെ എടുത്താലേ. വെട്ടണ്ടേ? പൊടിയിടണം, അല്ലേ ചൂടത്തൊക്കെ എന്തൊരു നിന്നെ പേക്കോലാക്കണോ? അതിന് എന്തെങ്കിലും ഷൂട്ടിങ്ങിന്റെ എന്തെങ്കിലും ഭാഗമായിട്ട് എടുക്കണം. ജിമ്മില് ഞാൻ അടുത്ത സീസണിലേക്ക് കണ്ടന്റ് അല്ലേ? ഓ, കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? അടുത്ത കണ്ടന്റ് കേട്ടാ തിരിച്ച് ചാവും.
എന്നെ കടത്തി വെട്ടാനുള്ള പരിപാടിയാണ്. അത് ജിമ്മിൽ മെയിനായിട്ട് അത് ഇരിക്കുന്ന എപ്പുറത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മുഖം കിട്ടൂല. ഇല്ല, ഇതിപ്പോ ഫേസ് കിട്ടുന്നില്ല. കിട്ടത്തില്ലേ? കൈ മാത്രമേ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ അത് നനഞ്ഞ തുണിയിട്ട് തൊടണം. എന്നിട്ടൊന്നും അല്ലേ എന്റെ അളിയാ എന്തൊക്കെ സംഭവിച്ചേട്ടാ. തുടങ്ങി. ഈ നിപ്പിളിന്റെ അവിടെ ചെയ്യുമ്പോ പറയണേ. അതാണ് വേണ്ടത്. ഇവിടെ ഒരാള് വിഷമിക്കുമ്പോ അവിടെ ഒരാൾ ചിരിക്കുന്നുണ്ടോ? ഇതൊക്കെയല്ലേ ആഘോഷിക്കുന്നത്. അതാ ജീവിതത്തിൽ അപൂർവമായ അവസരങ്ങൾ മാത്രമേ അവനായിട്ട് തിരഞ്ഞെടുത്തതാ. അല്ല നിങ്ങള് ഇത് 32 ഇടയിൽ ഇതുവരെ വാക്സിൻ കണ്ടിട്ടുണ്ടോ? ആരാ? എന്തിന് വാക്സിൻ ചെയ്യുന്നത്? അല്ല കണ്ടിട്ടുണ്ടോ? കാണാനൊരു അവസരം കാണിച്ചു. ഞാൻ വരേണ്ടി വന്നില്ലേ? ഇതിനേക്കാളും വലിയത് കണ്ടേ. ഇല്ലേ? ആക്സിഡന്റിനും ഇതിനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചൂടുണ്ട്. എക്സ്പ്രഷൻ ഇടാതെ ഓക്കെ ആണോ? വേണ്ട. ഫുള്ള് ബാക്ക് കുറച്ച് ബാക്ക് എടുത്ത് എന്റെ പറയുന്ന മുഖം കൊണ്ട് ഒരുമിച്ച് അടിക്കും. പാറ്റൊന്നും കട്ടായില്ല. A few moments later. ഈ ഒന്ന് അടങ്ങന്റെ ഇത് മൊത്തം പറിച്ചു കളഞ്ഞു. നോക്കിയേ, കൂടെ പോയ ഒഴിയാ. പക്ഷെ ഈ പ്രായം കൂടിയ പോലൊരു സംശയം ഇല്ലേ? ഇല്ലല്ല, ഇതെനിക്ക് തോന്നണേണ്ടാ. ഇതാ നോക്ക, ആപ്സൊക്കെ തെളിഞ്ഞു തുടങ്ങിയല്ലേ? കൊള്ളാതില്ലേ? കൊള്ളാല്ലേ? ഇല്ലേ? നമ്മ ഒരു 6 മാസം കഴിയുമ്പോ സൂപ്പർ ആവൂലേ? നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. നിന്റെ മസിലിനെ കുറിച്ചില്ല അഭിപ്രായം. അപ്പൊ ഗൈസ് ഞാൻ ബില്ലൊക്കെ പേ ചെയ്ത് പുറത്തോട്ട് പോയിട്ട് ഇവരെ പറഞ്ഞ് വീട്ടിൽ വിട്ടിട്ട് ഇവരിവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കാൻ പോലുള്ള പ്ലാനാണ്. അതിന് മുമ്പേ ഞാൻ വീട്ടിൽ പോവാം. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ പരിപാടിയെല്ലാം പൂടവറപ്പെല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി ഷർട്ടൊന്ന് മാറി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. എന്തോ മരവിച്ചിരിക്കുന്ന ഗൈസ്. ഇവിടെ ഒന്നും ഇല്ല, ഈ ഭാഗമൊന്നും ഇല്ലാത്ത പോലെ. പക്ഷേ നല്ല പിള്ളേരായിരുന്നു, അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. അവർ നല്ല സാറിനായിരുന്നു അല്ലേ? ആ പയ്യന്മാർ അടിപൊളിയല്ലായിരുന്നോ? അപ്പം ബിച്ചുണ്ട്. അപ്പോൾ അന്ന് വണ്ടി മാറി, ബിച്ചുവിൻ്റെ വണ്ടി എടുത്തേ. എന്നിട്ട് നേരെ എവിടെ പോണ്ടേ? ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ നെയ്യലേ പോവല്ലേ? ഈ കൂക്കൂന്ന് എന്തിട്ടാ സൗണ്ട് കേൾക്കണം? ഹോൺ അടിക്കുന്ന സൗണ്ടാണോ? അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്ക് നിങ്ങളെല്ലാം ബി വിത്ത് മീ ഗൈസ്. കീപ് സപ്പോർട്ടിങ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടനൊക്കെ ഞെക്കി വെച്ചോളൂ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.